CN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. ആദ്യം പ്രധാന വാർത്തകൾ. സമൃദ്ധിയുടെയും നന്മയുടെയും പൂവിളികളുമായി മലയാളികൾ തിരുവോണം ആഘോഷിച്ചു. മാലോക്കരെല്ലാം സമന്മാരായിരുന്ന മഹാബലിയുടെ സുവർണകാലത്തെ ഹൃദയത്തോട് ചേർത്താണ് ഓരോ മലയാളിയും പൊന്നോണത്തെ വരവേറ്റത്. ഓണാഘോഷ ലഹരിയിൽ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ. പരിപാടികളുടെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർക്കായി ആവേശകരമായ വടംവലി മത്സരം സംഘടിപ്പിച്ചു. നജീബ് കാന്തപുരം MLA സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ക്രിയോണം ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്നു. പരിപാടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. സമൃദ്ധിയുടെയും നന്മയുടെയും പൂവിളികളുമായി മലയാളികൾ തിരുവോണം ആഘോഷിച്ചു. മാലോക്കരെല്ലാം സമന്മാരായിരുന്ന മഹാബലിയുടെ സുവർണകാലത്തെ ഹൃദയത്തോട് ചേർത്താണ് ഓരോ മലയാളിയും പൊന്നോണത്തെ വരവേറ്റത്. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവത്തിലാണ് ഓരോ മലയാളിയും ഓണം ആഘോഷിച്ചത്. തിരുവോണത്തേരിലേറി പൊൻകണിയായി വരുമോ, തിരുമുറ്റം പൂക്കളാലെ നിറയും ഓണക്കോടിയും പൂക്കളവും സദ്യയും വർണ്ണാഭമായ പരിപാടികളും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. പൂക്കളമിട്ടും തൃക്കാക്കരയപ്പനെ പൂജിച്ചും മാവേലിയെ മലയാളി വരവേറ്റു. പൊൻകണിയായി വരുമോ, സങ്കടങ്ങളും വറുതിയും ദുരന്തങ്ങളുമില്ലാത്ത ലോകത്തെ പ്രതീക്ഷിച്ച് സമത്വസുന്ദരമെന്ന ലോകമെന്ന ചിരകാല സ്വപ്നത്തെ കേരളം ആഘോഷമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CCN. നജീബ് കാന്തപുരം MLA സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ക്രിയോണം ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്നു. പരിപാടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. ഈ ത്രികോണം മിസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, ആശാവർക്കർമാർ, പാലിയേറ്റീവ് പരിരക്ഷാ നഴ്സുമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ CDS ഭാരവാഹികൾ, സാക്ഷരതാ പ്രേരകന്മാർ തുടങ്ങി വിവിധ മേഖലകളിലുള്ള 1000-ഓളം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. മണ്ഡലത്തിലെ അടിസ്ഥാന സമൂഹങ്ങളെ റെപ്രസെന്റ് ചെയ്യാനാവുക എന്ന് പറയുന്നത്, അവരോട് സംസാരിക്കാനാവുക എന്ന് പറയുന്നത്, അവരെ ചേർത്ത് പിടിച്ച് അതുകൂടിയാണ് വികസനം എന്ന് പറയുക എന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ്. മറ്റെല്ലാ MLA-മാർക്കും മാതൃകയാവും വണ്ണമുള്ള പ്രവൃത്തിയാണ് ബഹുമാനപ്പെട്ട സുഹൃത്ത് നജീബ് ഇവിടെ ചെയ്യുന്നത് എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങളെങ്ങനെ കാണുമ്പോഴുള്ളൊരു സന്തോഷം, പ്രത്യേകിച്ച് പുതിയ കാലത്ത് സ്ത്രീകളുടെ ഒരു ശാക്തീകരണം വളരെ സ്വാഭാവികമായിട്ടും ഒപ്പം നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ ശതമാനം പ്ലാനിങ്ങോടുകൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 100% പ്ലാനിങ്ങോട് കൂടിയാണ് നടക്കുന്നത് എന്ന വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കഴിഞ്ഞ 5 വർഷമായി MLA-യുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്ന ക്രിയോണം എന്ന പേരിലായിരുന്നു പരിപാടി. ചടങ്ങിൽ നജീബ് കാന്തപുരം MLA അധ്യക്ഷനായി. മുൻമന്ത്രി നാലകത്ത് സൂപ്പി, നഗരസഭാ അധ്യക്ഷ പച്ചീരി സുരയ്യ, വൈസ് ചെയർമാൻ MP ഫസൽ മുഹമ്മദ്,
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആയിഷ മെക്കോട്ടിൽ, ഷഹീന, സുധാ പുട്ടിപ്പാറ, സുലൈഖ കരിമ്പന, റംസീന മുജീബ് തുടങ്ങിയവരും പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിവിധ കലാപരിപാടികളും നടന്നു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഓണാഘോഷം സംഘടിപ്പിച്ചു. ബ്ലോക്ക് ഓണം എന്ന പേരിൽ നടന്ന ഓണാഘോഷ പരിപാടിയിൽ ഭരണസമിതി ഓണാശംസകളും നേർന്നു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബ്ലോക്ക് ഓണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മുഴുവൻ ഭരണസമിതി അംഗങ്ങളും മുഴുവൻ ജീവനക്കാരും നമ്മളെല്ലാവരും ചേർന്നിട്ട് ആഘോഷിക്കുന്ന ഒരു ഗംഭീര ആഘോഷമായിട്ട് തന്നെയാണ് ബ്ലോക്ക് ഓണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഓണം എപ്പോഴും ഒരുമയുടെ ഒരു സന്ദേശം കൂടിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഒരു ആഘോഷം എന്നതിന് ഉപരിയായിക്കൊണ്ട് വലിയ ഒരുമയുടെ, സന്തോഷത്തിന്റെ, വൈജാത്യങ്ങൾ ഇല്ലാത്ത ഒത്തുചേരലിന്റെ ആഘോഷമാണ്. ആ ആഘോഷമാണ് ഇവിടെ തമർത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയണം. അതിനപ്പുറത്തേക്ക് ഇനിയും നമുക്ക് ആഘോഷകാലത്തെ ഇത്ര തന്നെ സന്തോഷത്തോടെ ഒരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ആദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓണാശംസകൾ നേരുകയാണ്. തീർച്ചയായും ഒരുമയുടെ, സന്തോഷത്തിന്റെ, മതസൗഹാർദ്ദത്തിന്റെ ഒരു ആഘോഷമായി ഓണം കേരളത്തിലെ അതുപോലെ തന്നെ ലോകത്ത് മുഴുവനുള്ള മലയാളികളും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് ഓണം എന്ന പേരിൽ ഞങ്ങളും ഇതോടൊപ്പം ചേർന്ന് ഇവിടുന്ന് ആഘോഷിക്കുകയാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ ഓണത്തെ വരവേറ്റ് നമുക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഓണം എന്നുള്ളത് തീർച്ചയായും മറ്റുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ലാതെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആഘോഷിക്കുന്ന ഈ ആഘോഷത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത്. അതിനോടൊപ്പം ചേർന്ന മുഴുവൻ ആളുകൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. സമയം 3 മിനിറ്റ് കേട്ടോ, 1.5 മിനിറ്റ് കഴിഞ്ഞു. ഒരു മത്സരാർത്ഥിക്ക് 3 മിനിറ്റ് സമയം മാത്രമാണ്. ടൈം ഓവറായി കഴിഞ്ഞാൽ മത്സരാർത്ഥി ഔട്ടാവുന്നതാണ്. വളരെ കറക്റ്റാണ്. കൊടുത്ത അടി രാജേഷ് സാറിന്റെ തടയാണ്. ഫണ്ട് തരാത്ത ഉദ്യോഗസ്ഥന്മാരെ നോക്കി കൊടുത്തു. അടിപൊളി, കറക്റ്റ്. വരട്ടെ. ഒറ്റടി കേട്ടോ, മിസ്സായി കഴിഞ്ഞാൽ പറ്റൂല. ഒറ്റടി. CCN മണ്ണാർക്കാട്. ഓണാഘോഷ ലഹരിയിൽ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ. പരിപാടികളുടെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർക്കായി ആവേശകരമായ വടംവലി മത്സരം സംഘടിപ്പിച്ചു. നാലു ടീമുകളായി തിരിഞ്ഞാണ് പോലീസുകാർ മാറ്റുരച്ചത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ വിജയികളായവർക്ക് വാഴക്കുല സമ്മാനമായി നൽകി. ¡Vamos!
CCN മണ്ണാർക്കാട്. മലപ്പുറം നഗരസഭയുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഡി റിനിഷ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ ജീവനക്കാർക്കും കൗൺസിലർമാർക്കുമായി വിവിധ മത്സരങ്ങളാണ് ചടങ്ങിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നത്. മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ കുടുംബസമേതമാണ് ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. തുടർന്നു നടന്ന ആവേശകരമായ വടംവലി മത്സരത്തിൽ കൗൺസിലർമാർക്കൊപ്പം കളക്ടറും നഗരസഭാ ജീവനക്കാർക്കൊപ്പം കളക്ടറുടെ ഭാര്യയും പങ്കെടുത്തു. ഓണസദ്യയും ഒരുക്കിയിരുന്നു. CCN മലപ്പുറം. ചെത്തല്ലൂർ മുറിയങ്കണ്ണി അംഗൻവാടിയുടെ നേതൃത്വത്തിൽ കുട്ടികളെയും രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ച് ഓണാഘോഷം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ഹസീന നിർവഹിച്ചു. ചടങ്ങിൽ കാരുതൊടി ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി കസേരകളി, മ്യൂസിക് ചെയർ തുടങ്ങിയ വിനോദ മത്സരങ്ങളും അമ്മമാർക്കായി തിരുവാതിരക്കളി, കസേരകളി എന്നിവയും നടന്നു. രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും ആഘോഷങ്ങളിൽ സജീവമായി പങ്കെടുത്തു. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ഷഹനാസ് നിർവഹിച്ചു. അംഗൻവാടി ടീച്ചർ റീന, ഹെൽപ്പർ അനിത എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ഓണപ്പൂക്കളമൊരുക്കിയും ഓണസദ്യ നൽകിയുമാണ് ആഘോഷ പരിപാടികൾ സമാപിച്ചത്. CCN ചെത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ മണ്ണമ്പറ്റ മൈത്രി വായനശാല ഔപചാരികമായി പ്രവർത്തനം ആരംഭിച്ചു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, വായനശാല എന്ന് പറയുന്നത് നാടിന്റെ ഒരു പൊതുകേന്ദ്രമാണ്. പുസ്തകം എടുക്കാനും വായിക്കാനും തിരിച്ചു കൊണ്ടുപോയി വയ്ക്കാനുള്ള ഒരു കേന്ദ്രം എന്നതിനപ്പുറത്ത് കുട്ടികൾ, യുവാക്കൾ, സ്ത്രീകൾ, വയോജനങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാ മേഖലകളിലുള്ള മനുഷ്യരുടെ ഒത്തുചേരലിന്റെ ഒരു കേന്ദ്രം കൂടിയായി നാട്ടിലെ വായനശാലകൾ മാറുകയാണ്. കലാപ്രവർത്തനങ്ങളും കായിക പ്രവർത്തനങ്ങളും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നാടിന്റെ ഒരു കൂട്ടായ്മയുടെ കൂടി എല്ലാ നിലയിലുമുള്ള ആ ഉള്ളടക്കത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ വായനശാലകൾ. ഞാൻ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള വായനശാലകൾ പൊതുവിൽ കണ്ടിട്ടുള്ളത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ്. എല്ലാ വായനശാലയുടെ മുമ്പിലും ഒരു ഷട്ടിൽ കോർട്ടോ വോളിബോൾ കോർട്ടോ ഉണ്ടാകും. രാവിലെ 6 മണിയോടുകൂടി സാധാരണ നിലയിൽ വായനശാലകൾ സജീവമാകും. ലൈബ്രറിയിലേക്ക് പുസ്തകം എടുക്കാനൊക്കെ വായിക്കാനൊക്കെ പോകുന്ന ആളുകൾ വരെ ഉണ്ടാവും. ആ സമയത്ത് 6 മണിക്ക് പുസ്തകം വായിക്കാനല്ല, അവിടെ നേരത്തെ പത്രം വായിക്കുന്നതിന് വേണ്ടി വായനശാലയിൽ എത്തുന്നവർ. P. ദിനേശ് അധ്യക്ഷനായി. ചടങ്ങിൽ സെക്രട്ടറി VK രാധിക സ്വാഗതം പറഞ്ഞു. വായനശാലയുടെ ലോഗോ പ്രകാശനം സംസ്ഥാന ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം E. ചന്ദ്രബാബു, നേതൃസമിതി കൺവീനർ NP പ്രിയേഷിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. മെമ്പർഷിപ്പ് ഫോറം വിതരണം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK ലിനി നിർവഹിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് AM ഉഷാദേവി, NV മുരളീകൃഷ്ണൻ, V. ഉണ്ണികൃഷ്ണൻ, P. ഗീത, PBG, സൗമ്യ നാരായണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ദേവഗാന്ധാരം മ്യൂസിക് ഗ്രൂപ്പ് അവതരിപ്പിച്ച ഗാനമേള പരിപാടിക്ക് മാറ്റുകൂട്ടി. CCN കടമ്പഴിപ്പുറം. കടമ്പഴിപ്പുറം K. നാരായണൻ സ്മാരക സാന്ത്വന കേന്ദ്രത്തിന് കീഴിൽ സ്നേഹസ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓണക്കിറ്റ് വിതരണം ചെയ്തു. കടമ്പഴിപ്പുറം ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടി സാന്ത്വന കേന്ദ്രം ചെയർമാൻ K. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി വിവിധ വാർഡുകളിലെ 65 കിടപ്പ് രോഗികൾക്കാണ് പലചരക്ക്, പച്ചക്കറി സാധനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ P. സുബ്രഹ്മണ്യൻ, C. രമേശ്, P. സുരേഷ്, ശ്രീവത്സൻ, വിമൽകുമാർ, റിയാസ്, അജിത്, പ്രസാദ്, ഉഷ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ദേശീയ ഹാൻഡ് സർജറി ദിനാചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ കിംസ് ഹെൽത്ത് അൽഷിഫ ആശുപത്രിയും അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗും സംയുക്തമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ എക്സിബിഷൻ, ശില്പശാല, വിവിധ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു.
തൊഴിലിടങ്ങളിലും ദൈനംദിന പ്രവൃത്തികളിലും ഏർപ്പെടുമ്പോൾ കൈകൾ കേൾക്കുന്ന വിവിധ പരിക്കുകൾ, ക്ഷതം, അറ്റുപോകൽ തുടങ്ങിയവയ്ക്കുള്ള പ്രഥമ ശുശ്രൂഷ രീതികളെക്കുറിച്ച് പൊതുജനങ്ങളിലും സന്നദ്ധ പ്രവർത്തകരിലും അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. കിംസ് ഹെൽത്ത് അൽഷിഫ അക്കാദമിക് ഹാളിൽ നടന്ന ദിനാചരണ സമാപന ശില്പശാല ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്ററും എമർജൻസി വിഭാഗം മേധാവിയുമായ ഡോക്ടർ ഷാഹുൽ ഹമീദിന്റെ അധ്യക്ഷതയിൽ കിംസ് ഹെൽത്ത് അൽഷിഫ സിഇഒ പ്രിയൻ KC ഉദ്ഘാടനം ചെയ്തു. അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ പൊതു ജീവിതത്തിലേക്ക് എത്തിക്കാൻ ഈ ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് വലിയൊരു കൈയടി കൊടുക്കാം. വേൾഡ് ഹാൻഡ് സർജറി ഡേ ആണ് നമ്മളിവിടെ ആചരിക്കുന്നത്. ഇവിടെ നമ്മൾ നിങ്ങൾക്കൊരു ട്രെയിനിങ് എന്നതിലുപരി നിങ്ങളെല്ലാവരും ഈ മേഖലയിൽ ഒരുപാട് പ്രാഗൽഭ്യം കാണിച്ച് ഈ ഇതിൽ വന്ന ആളുകളാണ്, ഒരുപാട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളാണ്. പക്ഷെ അതിനുപരി ഒരു ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻ, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, നമ്മളൊരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നമ്മളെപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് സംസാരിക്കാനും വിളിക്കാനും ഒരു എമർജൻസി വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാനും അതിന് ഡോക്ടർ ലെവലിൽ ഒരു ടീം തന്നെ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രചോദനം. ചടങ്ങിൽ ഹാൻഡ് ആൻഡ് മൈക്രോവാസ്കുലർ സർജറി വിഭാഗം മേധാവി ഡോക്ടർ തുഷാര സ്വാഗതവും ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സാജൻ ആശംസയും അർപ്പിച്ചു. തുടർന്ന് നടന്ന ശില്പശാലയിൽ ഹാൻഡ് ആൻഡ് മൈക്രോവാസ്കുലർ സർജൻമാരായ ഡോക്ടർ ജിതിൻ ജോസ് തോമസ്, ഡോക്ടർ മുഹമ്മദ് നജീബ്, രജിസ്ട്രാർ ഡോക്ടർ ജൗഹർ അലി KP എന്നിവർ വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകി. മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ സാമൂഹിക സന്നദ്ധ പ്രവർത്തകർ, ട്രോമാ കെയർ വോളണ്ടിയർമാർ, വുമൺസ് വേവ് പ്രവർത്തകർ, ബ്ലഡ് ഡോണേഴ്സ് കേരള വോളണ്ടിയർമാർ, ആംബുലൻസ് വർക്കേഴ്സ്, കുടുംബശ്രീ ആശാ പ്രവർത്തകർ, പാലിയേറ്റീവ് വോളണ്ടിയർമാർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ പരിപാടിയിൽ പങ്കാളികളായി. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമൃദ്ധിയുടെയും നന്മയുടെയും പൂവിളികളുമായി മലയാളികൾ തിരുവോണം ആഘോഷിച്ചു. മാലോക്കരെല്ലാം സമന്മാരായിരുന്ന മഹാബലിയുടെ സുവർണകാലത്തെ ഹൃദയത്തോട് ചേർത്താണ് ഓരോ മലയാളിയും പൊന്നോണത്തെ വരവേറ്റത്. ഓണാഘോഷ ലഹരിയിൽ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ. പരിപാടികളുടെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർക്കായി ആവേശകരമായ വടംവലി മത്സരം സംഘടിപ്പിച്ചു. നജീബ് കാന്തപുരം MLA സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ക്രിയോണം ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്നു. പരിപാടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.